कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 5-ാം സർഗത്തിൽ നമ്മൾ കുറേ ശ്ലോകങ്ങൾ ഒന്നിച്ച് ചെയ്തു. കാര്യമായിട്ട് അതിൽ പറയണത് വാനരന്മാരെ മുഴുവൻ ദഹിപ്പിക്കാൻ, എല്ലാ വാനരന്മാരെയും ദഹിപ്പിക്കാൻ പറ്റുന്ന അത്ര അല്ലെങ്കിൽ ദഹിപ്പിക്കത്തക്ക കോപാഗ്നിയോട് കൂടിയിട്ടാണ് ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് പോയതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മളെ, അതായത് ഈ രാമൻ ദുഃഖം നടിച്ചുല്ലോ, പിന്നെ സീതയെ വിരഹ ദുഃഖമൊക്കെ, അത് കണ്ടിട്ട് രാമൻ ഒരു സാധാരണ മനുഷ്യനാണ്. ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിക്കണതിന് എന്താ അർത്ഥം? നമ്മളെപ്പോലെ ദുഃഖമുള്ള മായയുടെ ഉള്ളിൽ ജീവിക്കണ മായാതീതനല്ല, നമ്മളെപ്പോലെ സംസാരിയായിട്ട് ദുഃഖിക്കുന്നു എന്നുള്ള വിചാരം ആർക്കും ഉണ്ടാവരുത് വെച്ചിട്ട് പറയുകയാണ് വേദവ്യാസൻ. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മനുഷ്യനായി അവതരിച്ച രാവണനെ വധിക്കാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതുകൊണ്ട് അത് സഫലാക്കാനും ദശരഥ രാജാവിൻ്റെ തപസ്സിന് ഫലം കൊടുക്കാനും വേണ്ടിയിട്ട് ഭഗവാൻ മനുഷ്യവേഷം ധരിച്ചു വന്നതാണ്. ഭഗവാന് അങ്ങേയറ്റം കാരുണ്യമുണ്ട്, ലോക നന്മയ്ക്കും ആണ്. കാരണം മായാസംബന്ധം കൊണ്ട് സകല ജനങ്ങളും സ്വസ്വരൂപം അറിയാതെ, നമ്മൾ ആത്മാവാണെന്ന് അറിയാതെ ദേഹാഭിമാനം കൊണ്ട് സങ്കടം അനുഭവിക്കുന്നു. ഇപ്പോൾ ഈ അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വിചാരം വന്നപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഈ കഥ, എൻ്റെ ഈ കഥ കീർത്തനവും പാടാനും കീർത്തനങ്ങളെ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ജനങ്ങളൊക്കെ ഈ രാമായണ കഥ കേട്ട് അവർ ഭക്തി കൊണ്ട് അവർ മോക്ഷം പ്രാപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി മനുഷ്യനായി അവതരിച്ച രാമകഥ നമുക്ക് തന്നതെന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ ആ കുറേ ശ്ലോകത്തിൽ. ഇനി 23. വിജ്ഞാനമൂർത്തിർ വിജ്ഞാനശക്തി സാക്ഷ്യഗുണാന്വിതഃ അത കാമാദിഭിർനിത്യമവിലിപ്തോ യഥാ നഭഃ. വിജ്ഞാനമൂർത്തി പറഞ്ഞാൽ എന്താ? വിജ്ഞാനസ്വരൂപനും വിജ്ഞാനശക്തിയോടുകൂടിയവനും സാക്ഷി, സർവസാക്ഷിയും അഗുണാന്വിത, ഗുണങ്ങളെ ഗുണാതീതനും പറഞ്ഞല്ലോ. മായാതീതനാണെങ്കിൽ മായയിലാണല്ലോ ഗുണങ്ങളെ ഗുണാതീതനും. അതഹ അതുകൊണ്ട് തന്നെ നഭ യഥ ആകാശം പോലെ കാമാദിഭി അവിലിപ്ത, കാമാദികളാൽ അവിലിപ്തനുമാകുന്നു. മീൻസ് ഹീസ് സ്പർശിക്കപ്പെടാത്തവനുമാകുന്നു എന്ന്. അതായത് ഭഗവാൻ ശരിക്ക് ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനം തന്നെ രൂപം പൂണ്ടതാണ് ഭഗവാൻ. സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ വിജ്ഞാനം സ്വരൂപം പൂണ്ടതാണ്. മാത്രമല്ല വിജ്ഞാന ശക്തിയാണ് ഭഗവാന്റെ ശക്തി. സകല പ്രാണികളുടെയും എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ് ഭഗവാൻ അല്ലേ, മായാതീതനാണ്. അതുകൊണ്ട് ഈ ആകാശത്തിനെ പോലെ നിർമ്മലനാണ്. ആകാശം എങ്ങനെയാ? ഈ ലോകത്തിൻ്റെ ആകാശത്തിൻ്റെ കീഴെയുള്ള എല്ലാ സുഗന്ധ ദുർഗന്ധ മാലിന്യങ്ങളൊന്നും ആകാശത്തിനെ സ്പർശിക്കണില്ലല്ലോ. ആകാശം എന്നും നിർമ്മലമായിട്ട് നിൽക്കില്ലേ. ഇവിടെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒന്നും ആകാശത്തിനെ സ്പർശിക്കില്ല. അതുപോലെയാണ് ഭഗവാൻ. ആകാശം പോലെ നിർമ്മലനാണ്. ഒരു കാലത്തും കാമക്രോധ മദമോഹ മാത്സര്യാദി ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. മായാതീതനാണ്, വിജ്ഞാനസ്വരൂപനാണ്. വിജ്ഞാനമൂർത്തിർ വിജ്ഞാനശക്തി സാക്ഷ്യഗുണാന്വിതഃ തതഃ കാമാദിഭിർനിത്യം അവിലിപ്തോ യഥാ നഭഃ. ആകാശം പോലെ നിർമ്മലനാണ്. വിന്ദന്തി മുനയ കേജിൽ ജാനന്തി സനകാദയ തദ്ഭക്ത നിർമ്മലാത്മാനഃ സമ്യക് ജാനന്തി നിത്യതാ. സനകാദയ കേജിത് മുനയ, സനകാദികളായിട്ടുള്ള മുനിമാർ
ചില മുനിമാർന്ന് കേജിത്ത് എന്ന് പറഞ്ഞു. ധനകാദികളായിട്ടുള്ള ചില മുനിമാർ ജാനന്തി വിന്ദന്തി അറിയുകയും ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യുന്നു. നിർമ്മലാത്മനഃ തദ് ഭക്ത ശുദ്ധ മനസ്സോടുകൂടിയ ഭഗവാന്റെ ഭക്തന്മാരും നിത്യത സമ്യക് ജാനന്തി എപ്പോഴും അറിയുന്നു. എന്താ പറയണ വെച്ചാൽ ഭഗവത് തത്വം, അതായത് എന്താ പറയണ വെച്ചാൽ എല്ലാവർക്കും അറിവാൻ കഴിയണ ഒരു വിജ്ഞാന സ്വരൂപനല്ല ഭഗവാൻ. സനകാദികളായിട്ടുള്ള ദുർലഭം ചില മുനിമാർക്ക് ഭഗവാനെ ധ്യാനിക്കാനും സാക്ഷാത്കരിക്കാനും ബ്രഹ്മാനുഭവം ഉണ്ടാവാനും സാധിക്കുന്നുണ്ട്. മറ്റാർക്കും അത് പറ്റില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റും. ഭഗവാനിൽ സ്നേഹത്തോടു കൂടിയിട്ടുള്ള അനന്യഭക്തി കൊണ്ട് നമ്മുടെ അന്ധക്കരണം നല്ല പരിശുദ്ധവും. അപ്പോൾ അങ്ങനത്തെ ഭക്തന്മാർക്കും ഭഗവത് തത്വം സനകാദികൾക്ക് അറിഞ്ഞ പോലെ ഭഗവത് തത്വം അറിയാനും ഭഗവാനെ പ്രാപിക്കാനും സാധിക്കും. അതായത് പരിശുദ്ധ ജ്ഞാനവും പരമഭക്തിയും ഉള്ളവർക്കൊക്കെ ഭഗവത് സ്വരൂപ സാക്ഷാത്കാരം സാധിക്കും എന്നാണ് പറയണത് ഇതിൽ. പിന്നെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ സനകാദി മുനികളും അതേപോലെയുള്ള വലിയ വലിയ മുനീശ്വരന്മാർക്കും ഒക്കെ ഭഗവാനെ ധ്യാനിക്കാനും പ്രാപിക്കാനും സാധിച്ചു. എനിക്കൊന്നും സാധിക്കില്ല, സാധാരണക്കാർക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട. ഭക്തന്മാർക്ക്, അതായത് പരിശുദ്ധ പരമഭക്തി ഉള്ളവരുടെയൊക്കെ അവരുടെ അന്ധക്കരണം പരിശുദ്ധമായി തീരും. അതാണ് പറയണത്. ഭഗവാനിൽ നമുക്ക് അനന്യഭക്തി ഉണ്ടായാൽ നമ്മളുടെ അന്ധക്കരണം പരിശുദ്ധവും. അപ്പോൾ അങ്ങനെ പരിശുദ്ധ ജ്ഞാനവും, അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ജ്ഞാനം ഉദിക്കും അനന്യഭക്തി കൊണ്ട്. അപ്പോൾ അങ്ങനെ പരിശുദ്ധ ജ്ഞാനവും ആ ഭക്തിയും ഉള്ളവർക്ക് ഭഗവത് സ്വരൂപ സാക്ഷാത്കാരം ഉണ്ടാവും എന്ന് പറയുകയാണ്. ഭക്തന്മാർക്കും സാക്ഷാത്കാരം ഉണ്ടാവും. ഈ വലിയ മുനീശ്വരന്മാർക്ക് മാത്രമല്ല, ശുദ്ധ ഭക്തന്മാർക്കും അല്ലെങ്കിൽ എന്താണ് പറയുക, അനന്യഭക്തന്മാർക്കും ഈ ധർമ്മസാക്ഷാത്കാരം സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. 25 ഭക്തചിത്താനുസാരേണ ജായതേ ഭഗവാൻ അജ. അതായത് അജഹ എന്ന് പറഞ്ഞാൽ എന്താ, ജന്മം മരണമൊന്നും ഇല്ലാത്ത ഭഗവാൻ ഭക്തചിത്താനുസാരേണ ഭക്തന്മാരുടെ ചിത്തശുദ്ധിയെ അനുസരിച്ച് ജായതേ ജ്ഞാനസ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളിൽ വിളങ്ങും. അതായത് എന്താ പറയുക വെച്ചാൽ ഭഗവാൻ നിത്യജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഭക്തന്മാരുടെ ചിത്തശുദ്ധി അനുസരിച്ച് അവരുടെ ജ്ഞാനത്തിന് വിഷയമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ചിത്തശുദ്ധി പൂർണ്ണമാവണ, അപ്പോൾ ഭഗവത് സ്വരൂപാനന്ദം അനുഭവപ്പെടും. അതുവരെ നമുക്കിങ്ങനെ കുറച്ച് കാണിച്ചു തരും. അതാണ് ഇപ്പോൾ നമ്മൾ ഭാഗവതത്തിൽ അതന്നെ പറഞ്ഞില്ലേ, ഭഗവാനെ സ്മരിച്ച ആദ്യം ഭഗവാൻ ആ വേണുഗാനം ഒന്ന് കേൾപ്പിക്കും. ആ വേണുഗാനം അടുത്തടുത്തായിട്ട് നമുക്ക് തോന്നും. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോ അംഗങ്ങളും കുറേശ്ശ നമുക്ക് തെളിഞ്ഞ് വരും. കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ മനസ്സിൽ ആ ജ്ഞാനസ്വരൂപനായിട്ട് നമ്മുടെ മനസ്സിൽ ഉദിക്കും. അപ്പോൾ നമുക്ക് താതാത്മ്യം പ്രാപിക്കാം. അങ്ങനെയാണ്. അതേപോലെ തന്നെ പറയണേ, നമ്മുടെ ചിത്തശുദ്ധി കൂടി വരുന്തോറും ഭഗവത് സ്വരൂപം നമുക്ക് വ്യക്തമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതായത് ആ മായയുടെ, നമ്മുടെ ചിത്തശുദ്ധി കൂടുന്തോറും മായ എന്നുള്ള ഒരു കർട്ടൻ ഉണ്ടല്ലോ, അത് നമ്മൾ സംസാരത്തിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുമ്പോൾ ആ കർട്ടൻ ഭഗവാൻ അപ്പുറത്തുണ്ട്. ഭഗവാൻ എപ്പോഴും ആ കർട്ടൻ്റെ അപ്പുറത്തുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ഉദാഹരണമാണ്, നമ്മൾ മായയിൽ കടന്ന് കളിച്ച് ഭഗവാനെ സ്മരിക്കലൊക്കെ വളരെ കുറവായിട്ട് വലിയ നിർഭാഗ്യകളായി ജീവിക്കുന്ന സമയത്ത്, നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവാദികളുമായി ജീവിക്കുന്ന സമയത്ത് അപ്പോഴും ഭഗവാൻ അതുപോലെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു മായ കൊണ്ടൊരു കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടൻ ഭയങ്കര തിക്കാണ് ആ സമയത്ത്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സൊട്ടും ശുദ്ധമല്ല, ചിത്തം ശുദ്ധമായിട്ടില്ല. ആ സമയത്ത് കറുത്ത ഒരു തുള്ളി വെളിച്ചം പോലും നമുക്ക് വരുന്നില്ല. ഭഗവാൻ അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ ചിത്തം ഭക്തി കൊണ്ടോ നല്ല കർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വഴിയിൽ പോയിട്ട് ജ്ഞാനം പതുക്കെ എപ്പോഴായാലും
നമുക്കിവിടെ ഭക്തി ഉണ്ടെന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ഞാൻ ഭക്തി തന്നെ പറയാം. ഭക്തി കൊണ്ട് നമ്മുടെ ചിത്തം കുറേശ്ശെ ആയിട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ കർട്ടൻ്റെ തിക്നെസ് കുറഞ്ഞു വരുമ്പോൾ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ആ സ്വയംപ്രകാശ സ്വരൂപൻ്റെ വെളിച്ചം നമ്മളിലേക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇങ്ങനെ കർട്ടൻ്റെ തിക്നെസ് കുറയും തോറും ഭഗവാൻ വ്യക്തമായി വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണ് ആ ചിത്തം നല്ല നിർമ്മലമാവുന്നത്, അപ്പോൾ ആ കർട്ടൻ ഇല്ലാതെ ആയിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കും. അതാണ് ചിത്തശുദ്ധി അനുസരിച്ചിട്ട് ഭഗവാൻ വിഷയമായി ഭവിക്കുന്നു എന്ന് പറയണത്. ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയവും ഭഗവാൻ എന്നെ വിചാരിക്കും. അപ്പോൾ ചിത്തശുദ്ധി കുറയുമ്പോൾ നമ്മൾ ബാക്കി പല കാര്യങ്ങളിൽ ഇടപെടും, ഭഗവാനെ ആലോചിക്കാൻ കുറച്ച് സമയം കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഇവോൾവ് ചെയ്യണ ഈ സ്പിരിച്വൽ പാത്തിൽ നമ്മളെ വളർച്ച അതാണല്ലോ. അതാണ് ഇതിൽ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട്. ഭക്തചിത്താനുസാരേണ ജായതേ ഭഗവാൻ അജാ ലക്ഷ്മണോപി തഥാ ഗത്വാ കിഷ്കിന്ധാ നഗരാന്തികം ജ്യാഘോഷമകരോത് തീവ്രം ഭീഷയൻ സർവവാനരാൻ തം ദൃഷ്ട്വാ പ്രാകൃതാസ്തത്ര വാനരാ വപ്രമൂർധനി ചക്രു കിലുകിലാ ശബ്ദം ധൃതപാഷാണപാദപാഃ താൻ ദൃഷ്ട്വാ ക്രോധതാമ്രാക്ഷോ വാനരം ലക്ഷ്മണസ്തദാ നിർമൂലാൻ കീർത്തുമുദ്യുക്തോ ധനുരാനമ്യ വീര്യവാൻ. ഇനിയിപ്പോൾ അവിടെ ലക്ഷ്മണൻ കിഷ്കിന്ധയിൽ കോപാഗ്നി കൊണ്ട് ജ്വലിച്ചെത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി പറയുകയാണ്. ഇനിയിപ്പോൾ അതുവരെ കുറച്ച് തത്വം പറഞ്ഞു. ഇനി അതായത് പിന്നെ ശ്രീരാമൻ വെറും മനുഷ്യനൊന്നുമല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ എന്താ പറയുക, ലക്ഷ്മണി അഭിതത കിഷ്കിന്ധ നഗരാന്തികം ഗത്വ. ലക്ഷ്മണൻ കിഷ്കിന്ധ നഗരത്തിലെത്തിയിട്ട് സർവ്വവാനരൻ ഭീഷയൻ, എല്ലാ വാനരന്മാരെയും ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പേടിപ്പെടുത്തിയിട്ട് തീവ്രം ജാഘോഷം അകരോത്ത്, കഠിനമായ ഒരു ഞാണൊലി ഇങ്ങോട്ട് പുറപ്പെടുവിച്ചു. അതായത് വില്ല് ഇങ്ങോട്ട് കൊലച്ചു ഭയങ്കര ശബ്ദത്തിൽ. തം ദൃഷ്ട, അവനെ കണ്ടിട്ട് തത്ര പ്രാകൃതാഹ വാനര, അസാധാരണക്കാരായിട്ടുള്ള വാനരന്മാർ വപ്രമൂർധനി, മതിലിൻ്റെ മുകളിൽ ധൃതപാഷാണപാദപാഹ, അവർ ധരിക്കണ കല്ലും വൃക്ഷങ്ങളും ഒക്കെ, കയ്യിൽ കല്ലും വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് കിലികില ശബ്ദം ചക്രു, കിലികില എന്നുള്ള ശബ്ദം ഉണ്ടാക്കി. പേടിച്ചിട്ടേ അവർക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ കല്ലെടുത്തിട്ട് 2 കല്ല് കൂട്ടിയിടിക്കുക, വൃക്ഷങ്ങളിലിടിക്കുക, അങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കി പേടിച്ചിട്ട്. താൻ, അതാണല്ലോ വാനര സ്വഭാവം, താൻ വാനരാൻ ദൃഷ്ട, വാനന്മാരെ കണ്ടിട്ട് തഥാ വീര്യവാൻ ലക്ഷ്മണ, അപ്പോൾ പരാക്രമിയായിട്ടുള്ള ശൂരവീര പരാക്രമിയായിട്ടുള്ള ലക്ഷ്മണൻ ധനുഹു ആനമ്യ, ആ വില്ലിനെ വളച്ചിട്ട് നിർമൂലാൻ കർത്തും ഉദ്യുക്ത, അവരെ മുഴുവൻ നശിപ്പിക്കാനായി ആണോ എന്ന് തോന്നുമാറ് വില്ല് കൊലച്ചു എന്ന്. അതായത് രാമമഹാത്മ്യത്തിനെ പറഞ്ഞതിന് ശേഷം എന്താ ഉണ്ടായി എന്ന് പറയണ കഥ തുടരുകയാണ്. എന്താ പറയുക, ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തി, അവിടെ സമീപത്തെത്തി, അത്രയേ ഉള്ളൂ കേട്ടോ. ആ സമീപത്തെത്തിയപ്പോൾ എല്ലാ വാനരന്മാരും പേടിക്കത്തക്ക വിധം ആ ഞാണൊന്ന് ഉറക്കെ വലിച്ചങ്ങോട്ട് വിട്ടു. ആ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോൾ വാനരന്മാരൊക്കെ ലക്ഷ്മണനെ കുറേ ആൾ കാണും ചെയ്തു. കണ്ടപ്പോൾ കല്ലും മരങ്ങളും ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സുഗ്രീവൻ്റെ രാജധാനിയുടെ മതിലുണ്ടാവുമല്ലോ, ആ മതിലിമ്പിൽ കയറി നിന്നിട്ട് കിലികില എന്ന് ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ലക്ഷ്മണനോട് എതിർക്കാം എന്നുള്ള പേടിയുണ്ട്, അത്ര പേടിയുണ്ട് കേട്ടോ. എല്ലാവരും മതിലിമ്പ് കയറി ചാടി നിന്ന് ശബ്ദം ഉണ്ടാക്കി ലക്ഷ്മണനോട് എതിർക്കാൻ. അവരുടെ ഭാവം അപ്പോൾ അവരിങ്ങനെ എതിർക്കാൻ വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണൻ ഒന്നും കൂടി ദേഷ്യം വന്നു. അവർക്കൊന്നും അറിയൊന്നുമില്ല കേട്ടോ, അവർ ലക്ഷ്മണനാണെന്ന് പോലും അവർക്ക് അറിയുണ്ടാവില്ല. സുഗ്രീവ സഖ്യം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ലക്ഷ്മണനും ശ്രീരാമൻ ആ ഗുഹയിലും ആ അവിടെ ഉയരത്തിലുള്ള ഒരു പർവ്വതശൃംഖലത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി വാനന്മാർക്കൊക്കെ ഇത് ആരാണോ ഒന്നും അറിയില്ല, നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയില്ല. ഒരാളിങ്ങനെ പിന്നെ എന്താണ് ഞാണ് വിളിച്ച് ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ പേടിപ്പിക്കണു എന്ന് വിചാരിച്ച് അവർ എല്ലാവരും മതിലിൻ്റെ മുകളിൽ കയറി, പേടിയുണ്ട് അവർക്ക്. പിന്നെ ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ച് പുറപ്പെടാൻ ഭാവിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ അത് കണ്ടപ്പോൾ ഒന്നുകൂടി ദേഷ്യം വന്നിട്ട് കലങ്ങി മറിഞ്ഞ് കണ്ണുകളോട് കൂടിയിട്ട് ലക്ഷ്മണൻ വില്ലിനെ ഒന്നങ്ങോട്ട് വളച്ചു. ആസിഫ്, അതായത് വാനരവംശത്തെ മുഴുവൻ നശിപ്പിക്കാനാണോ എന്ന് തോന്നുമാറ്
അതികോപത്തോടു കൂടി വില്ല് അങ്ങടെ വളച്ചു. അപ്പം നമുക്ക് അത് മുഴുവൻ വായിക്കാം. ലക്ഷ്മണോപി തഥാഗത്വ കിഷ്കിന്ധാ നഗരാന്തികം ജാഘോഷമകരോത് തീവ്രം ഭീഷയൻ സർവവാനരാൻ തം ദൃഷ്ട്വാ പ്രാകൃതസ്തത്ര. പ്രാകൃതന്മാരായ വാനരന്മാരെ, പാവം സാധാരണക്കാരായ കുരഞ്ഞന്മാരല്ലേ. വപ്രമൂർധനി വേഗം മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് ചക്രു കിലുകിലാ ശബ്ദം ധൃതപാഷാണപാദപാഹ താൻ ദൃഷ്ട്വാ ക്രോധതാമ്രാക്ഷോ വാനരം ലക്ഷ്മണസ്തത. ദേഷ്യമൊന്നു ലക്ഷ്മണൻ ഒന്നും കൂടി നിർമൂലാൻ കർത്തുമുദ്യുക്തോ, അവരെ കുലം നശിപ്പിക്കുമോ എന്ന് തോന്നുമാറ് ധനുരാനമ്യ വീര്യവാൻ വില്ലങ്ങട് വളച്ചുന്ന്. തതശീഘ്രം സമാഗത്യ ജ്ഞാത്വാ ലക്ഷ്മണമാഗതം നിവാര്യ വാനരാൻ സർവാൻ അംഗദോ മന്ത്രി സത്തമഃ ഗത്വാ ലക്ഷ്മണസാമീപ്യം പ്രണനാമ സദണ്ഡവത്. ലക്ഷ്മണം ആഗതം ജ്ഞാത്വാ, ലക്ഷ്മണൻ വന്നതറിഞ്ഞിട്ട് മന്ത്രിസത്തമ അംഗത, മന്ത്രിയായ അംഗദൻ ബാലിയുടെ മകൻ, തതഃ ശീഘ്രം സമാഗത്യ അവിടെ വേഗം വന്നു, സർവാൻ വാനരാൻ നിവാര്യ എല്ലാ വാനരന്മാരെയും നിവാരണം ചെയ്തിട്ട്, വാനന്മാരോട് അരുത് യുദ്ധത്തിന് പോകരുതെന്ന് വിലക്കി. എന്നിട്ട് അതാണ് നിവാരണം ചെയ്തിട്ട് പറഞ്ഞാൽ വാനന്മാരൊക്കെ ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാൻ അവരോട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട പറഞ്ഞു. ലക്ഷ്മണ സാമീപ്യം ഗത്വ, ലക്ഷ്മണൻ്റെ അടുത്ത് വന്ന് സദണ്ഡവത് പ്രണാമ, വേഗം എന്താണ് അംഗദനറിയാം ആരാന്നേ. അപ്പം ലക്ഷ്മണനെ നമസ്കരിച്ചു. അതായത് ലക്ഷ്മണൻ വന്ന വിവരം അംഗദൻ അറിഞ്ഞു. ബാക്കി വാനന്മാർ പറഞ്ഞിട്ടേ വേഗം അവിടെ എത്തിയിട്ട് ഈ ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കണ വാനന്മാരോടൊക്കെ അരുതെന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്തു. തത ശീഘ്രം സമാഗത്യ ജ്ഞാത്വാ ലക്ഷ്മണമാഗതം നിവാര്യ വാനരാൻ സർവാൻ അംഗദോ മന്ത്രി സത്തമ ഗത്വാ ലക്ഷ്മണസാമീപ്യം പ്രണനാമ സദണ്ഡവത്, ദണ്ഡ നമസ്കാരം ചെയ്തു. തതോം ഗതം പരിഷ്വജ്യ ലക്ഷ്മണപ്രിയവർദ്ധന ഉവാച വത്സ ഗച്ഛത്വം പിതൃവ്യായ നിവേദയ മാമാഗതം രാഘവേണ ചോദിതം രൗദ്രമൂർത്തിന തഥേതി ത്വരിതം ഗത്വാ സുഗ്രീവായന്യവേദയത്. പ്രിയവർദ്ധന ലക്ഷ്മണ, അതായത് പ്രീതി വർദ്ധിപ്പിക്കുന്ന ലക്ഷ്മണൻ തതഃ അംഗദം പരിഷ്വജ്യ, അംഗദനെ ആലിംഗനം ചെയ്തിട്ട് എന്നിട്ട് പറഞ്ഞു, വത്സ രൗദ്രമൂർത്തിന രാഘവേണ, ഹേ വത്സ, അത് വാത്സല്യത്തോടു കൂട്ട്, ക്രുദ്ധനായ രാഘവനാൽ ചോദിതം ആഗതം മാൻ, രാഘവൻ പറഞ്ഞിട്ട് വരികയാണ് ഞാൻ എന്ന്, ആഗതനുമായ എന്നെ ഞാൻ രാമൻ പറഞ്ഞു വന്നതാണ് ഞാൻ. ക്രുദ്ധനായ രാഘവനാൽ, അതായത് ദേഷ്യം വന്നിരിക്കണ രാമൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞാൻ. പിതൃവ്യായ നിവേദയ ഉവാച, അതായത് അച്ഛനെ ഇതറിയിച്ചാലും എന്ന് പറഞ്ഞു. ക്രുദ്ധനായിട്ടുള്ള രാഘവൻ അയച്ചിട്ടാണ് ലക്ഷ്മണൻ വന്നതെന്ന് പോയി അച്ഛനോട് പറയൂ. പിതൃവ്യഞ്ച ഇവിടെ അച്ഛനല്ല, പിന്നെ അച്ഛൻ്റെ അനിയനാണല്ലോ, ചെറിയച്ഛനാണ്. തഥാ ഇത് ഈ ത്വരിതം ഗത്വ, അങ്ങനെയെന്ന് വേഗം ഗമിച്ചിട്ട് സുഗ്രീവായ അന്യവേദയ, സുഗ്രീവനെ പോയി അംഗദനെ അറിയിച്ചു. ക്രുദ്ധനായിട്ടുള്ള രാഘവൻ അയച്ചിട്ട് ലക്ഷ്മണൻ വന്നു. എന്തുകൊണ്ടാണ് ക്രുദ്ധൻ എന്നിപ്പോൾ അറിയാം, ഓൾറെഡി ഹനുമാൻ പറഞ്ഞുല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങടുള്ള പ്രതിജ്ഞ നിറവേറ്റി, ഞാൻ അങ്ങടുള്ള പ്രതിജ്ഞ നിറവേറ്റാതെ ഇവിടെ രാജഭോഗ സുഖങ്ങളിൽ മുഴുകിക്കഴിഞ്ഞത് അറിഞ്ഞിട്ടാണ് രാഘവനെ ദേഷ്യം മനസ്സിലാവും. അപ്പോൾ വേഗം നമസ്കരിച്ച അംഗദനെ ലക്ഷ്മണൻ വേഗം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് എന്നിട്ട് പറഞ്ഞു, വത്സ, ഈ ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന രാഘവൻ അയച്ചിട്ടാണ്, അല്ലെങ്കിൽ രാമൻ അയച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കണമെന്ന് ഇളയച്ഛനോട് പോയി പറയൂ, അല്ലെങ്കിൽ ചെറിയച്ഛനോട് പോയി പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ശരി പറഞ്ഞ് അംഗദൻ വേഗം ചെന്ന് കോപാവിഷ്ടനായിട്ടുള്ള ശ്രീരാമൻ അയച്ച ലക്ഷ്മണൻ എന്താ അവിടെ വന്നിരിക്കണു എന്ന് പറഞ്ഞു. തതോ ഗതം പരിഷ്വജ്യ ലക്ഷ്മണ പ്രിയവർദ്ധന ഉവാച വത്സ ഗച്ഛത്വം പിതൃവ്യായ നിവേദയ മാമാഗതം രാഘവേണ ചോദിതം രൗദ്രമൂർത്തിന, ദേഷ്യം വന്ന രാമനാണ് അയച്ചത്. തഥേതി ത്വരിതം ഗത്വാ സുഗ്രീവായ അന്യവേദയ, വേഗം പോയി സുഗ്രീവനെ അറിയിച്ചു. പിന്നെയോ
ലക്ഷ്മണക്രോധതാം രാക്ഷഃ പുരദ്വാരി ബഹിസ്ഥിതഃ തച്ഛ്രുത്വാദീവ സന്ത്രസ്തഃ സുഗ്രീവോ വാനരേശ്വരः ആഹൂയ മന്ത്രിണം ശ്രേഷ്ഠം ഹനുമന്തമഥ അബ്രവീത്. എന്താ അറിയോ? ക്രോധതാമ്രാക്ഷ ലക്ഷ്മണഃ, ദേഷ്യം കൊണ്ട് തുടുത്ത കണ്ണുകളോടുകൂടിയ ലക്ഷ്മണൻ, ചുമന്ന ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ ചുമന്നിട്ടുള്ള ലക്ഷ്മണൻ പുരദ്വാരി ബഹിസ്ഥിത, നമ്മുടെ രാജധാനിയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്. വാനരേശ്വര സുഗ്രീവ, വാനരന്മാരുടെ രാജാവായ സുഗ്രീവൻ തച്ഛ്രുത്വ അതീവ സന്ത്രസ്ത, അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടവനായിട്ട് ശ്രേഷ്ഠം ഹനുമന്തം ആഹൂയ, മന്ത്രി ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാനെ വിളിച്ച് അഥ അബ്രവീതി പ്രകാരം പറഞ്ഞു. അതായത് അംഗദൻ ചെറിയച്ഛനോട് അല്ലെങ്കിൽ സുഗ്രീവനോട് ഈ വിവരം വന്ന് പറഞ്ഞു. ലക്ഷ്മണൻ ക്രോധം കൊണ്ട് ജ്വലിച്ച കണ്ണുകളായിട്ട് ഇതാ നമ്മുടെ രാജധാനിയുടെ പുറത്ത് വന്ന് നിൽക്കണു എന്ന് പറഞ്ഞപ്പോൾ എന്തൊന്നുമില്ലേണ്ട പേടിച്ചു സുഗ്രീവനെ. എന്നിട്ട് മന്ത്രിശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്കത് വായിച്ച് 34 പോവാം. ലക്ഷ്മണക്രോധമാതാമ്രാക്ഷഃ പുരദ്വാരി ബഹിസ്ഥിതഃ തച്ഛ്രുത്വാദീവ സന്ത്രസ്തഃ സുഗ്രീവോ വാനരേശ്വരः ആഹൂയ മന്ത്രിണം ശ്രേഷ്ഠം ഹനുമന്തമഥാബ്രവീത്. എന്താ പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഗച്ഛ ത്വമംഗദേനാശു ലക്ഷ്മണം വിനയാന്വിതഃ സാന്ത്വയൻ കോപിതം വീരം ശനൈരാനയ മന്ദിരം പ്രേഷയിത്വാ ഹനുമന്തം താരാമാഹ കപീശ്വരഃ. ത്വം അംഗദേന ആശു ഗച്ഛ, നീ അംഗദനോട് കൂടിയിട്ട് ഹനുമാനോട് പറയുകയാണ് സുഗ്രീവനെ, ഹനുമാനെ ത്വം അംഗദേന ആശു ഗച്ഛ, നീ അംഗദനോട് കൂടി വേഗം പോവൂ ലക്ഷ്മണൻ്റെ അടുത്തേക്ക്. കോപിതം വീരം ലക്ഷ്മണൻ, അങ്ങേയറ്റം കോപിച്ചിരിക്കുന്ന ആ മഹാവീരപരാക്രമിയായിട്ടുള്ള ലക്ഷ്മണനെ വിനയാന്വിത സാന്ത്വയൻ, വിനയത്തോടു കൂടി ആശ്വസിപ്പിക്കൂ, സമാധാനിപ്പിക്കൂ, കോപം ശമിപ്പിക്കൂ. ശനൈഹി മന്ദിരമാനയ, എന്നിട്ട് പതുക്കെ നല്ല ടാക്റ്റ്ഫുള്ളായിട്ട് നല്ല സൂത്രം, അതായത് നല്ല പതുക്കെ നല്ല വാക്ക് പറഞ്ഞ് കോപം ശമിപ്പിച്ച് രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഹനുമന്തം പ്രേഷയിത്വ, ഹനുമാനെ പ്രേക്ഷിച്ചിട്ട് കപീശ്വര താരാം ആഹ, ആ വാനരാധിപൻ അപ്പോൾ എന്ത് പറഞ്ഞു, ഒരു താരോട് പറഞ്ഞു. അതായത് ഹനുമാനെ നീ ഒരു കാര്യം ചെയ്യുക, അംഗദനെയും കൂട്ടി വേഗം ലക്ഷ്മണൻ്റെ അടുത്തേക്ക് തന്നെ പോവൂ. എന്നിട്ട് കോപിച്ചിരിക്കുന്ന ആ മഹാവീരപരാക്രമിയായിട്ടുള്ള ലക്ഷ്മണനെ താണു വണങ്ങി വിനയത്തോടു കൂടി നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിക്കൂ. എന്നിട്ട് പതുക്കെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഹനുമാനെ അയച്ചതിന് ശേഷം സുഗ്രീവൻ താരയോട് പറഞ്ഞു എന്നാണ്. ഹനുമാനെ അയച്ചു, എന്നിട്ട് പിന്നെ സുഗ്രീവൻ താരോട് പറയണതാണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകം. അത് നമുക്ക് നാളെ ചെയ്യാം. ഗച്ഛത്വം അംഗദേനാശു ലക്ഷ്മണം വിനയാന്വിതഃ സാന്ത്വയൻ കോപിതം വീരം ശനൈരാനയ മന്ദിരം പ്രേഷയിത്വാ ഹനുമന്തം താരാമാഹ കപീശ്വരഃ. അപ്പോൾ ഇതിനു മുമ്പ് പിന്നെ ഹനുമാൻ പറഞ്ഞുല്ലോ, ഹനുമാൻ പിന്നെ ശ്രീരാമൻ ശുണ്ഠിയെടുത്തിട്ട് ലക്ഷ്മണനെ അയക്കണതിന് മുമ്പ് തന്നെ പറഞ്ഞു, നമ്മളെ പ്രതിജ്ഞ ഭഗവാന്റെ പ്രതിജ്ഞ നിറവേറ്റിക്കഴിഞ്ഞു. നമ്മൾ നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റാൻ തയ്യാറായിട്ട് ഭഗവാനെ സമീപിച്ചിട്ട് എന്താ ചെയ്യേണ്ട, ഞങ്ങൾ സീതാന്വേഷണത്തിന് പോവുകയാണ്, വേഗം അത് സാധിച്ചു വരാമെന്ന് പറഞ്ഞ് നമ്മളതിന് പുറപ്പെട്ടില്ല എങ്കിൽ ബാലിയുടെ വിധി എന്നെ അങ്ങയ്ക്ക് വരുന്നൊക്കെ ആദ്യം പറഞ്ഞതുകൊണ്ട് അത്ഭുതം ഉണ്ടായില്ല സുഗ്രീവന്. ലക്ഷ്മൺ കോപിച്ച് വന്നു എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഇവർ താമസിച്ചു പോയി, അവരുടെ ആജ്ഞ നിറവേറ്റാനായിട്ടുള്ള സംരംഭം താമസിച്ചു പോയി എന്ന് ബോധ്യമായി. അപ്പം അതിന് ഒരുങ്ങാണ്. എന്നിട്ടാണല്ലോ അവർ 1000 വാനരന്മാരെ 10 ദിക്കിലേക്ക് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ശ്രീരാമൻ അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ലോണം കോപം ശമിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ താരോട് അങ്ങനെ ഹനുമാനും അംഗദനെയും കൂടി അയച്ചിട്ട് പിന്നെ താരോട് പറഞ്ഞത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം.
ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.